വെസ്റ്റ് ബംഗാളിലെ ബഗൻകൊടാർ റെയിൽവേ സ്റ്റേഷൻ പ്രേതഭയം മൂലം 45 വർഷം പൂട്ടിയിട്ട ഇന്ത്യയിലെ റെയിൽവേ സ്റ്റേഷൻ. ട്രെയിനിന് മുന്നിൽ ചാടി മരിച്ച ഏതോ ഒരാളുടെ പ്രേതം അവിടെ ഉണ്ടത്രേ. രാത്രിയായാൽ ഇപ്പോൾ ആ ഭാഗത്ത് ആരും വരാറില്ല. ഒരു ട്രെയിനും അവിടെ നിർത്താറുമില്ല. ഒരു യാത്രക്കാരനും അവിടെ ഇറങ്ങാറുമില്ല, കയറാറുമില്ല. അവിടെ ഇന്ന് ഒരു യാത്രക്കാരൻ വന്നു. വെസ്റ്റ് ബംഗാളിലെ ബഗൻകൊടാർ റെയിൽവേ സ്റ്റേഷനിൽ. മാഷേ. ജോസൂട്ടിയോ, എങ്ങനെയുണ്ടടാ നിന്റെ വടക്കച്ചവടമൊക്കെ? മാഷേ, അലച്ചില്ല അല്ലേ? മാഷ് ഇരിക്കി. ഞാൻ പഠിപ്പിച്ച കുട്ടികളൊക്കെ നല്ല നിലയിലായി. എയർ കണ്ടീഷൻ റൂമിലിരുന്ന് 10,000-15,000 ശമ്പളം മേടിക്കുന്നു. നീ മാത്രം ഇങ്ങനെ വടയും കൊണ്ട് ട്രെയിനിന്റെ പിന്നാലെ ഓടുന്നു. അത് പിന്നെ മാഷേ, വീട്ടിലെ ബുദ്ധിമുട്ട് കാരണം 7ാം ക്ലാസ് വരെ പഠിക്കാനേ കഴിഞ്ഞുള്ളൂ. ജോസൂട്ടി, നിനക്ക് ഒരു വട വിറ്റാല് എന്ത് കിട്ടുവടാ? കഷ്ടപ്പാടാണ് മാഷേ. ഒരു വട വിറ്റ 1 രൂപ കിട്ടും. കഷ്ടം. ഈ 1 രൂപ ലാഭം കിട്ടുന്ന കച്ചവടം നടത്തിയിട്ട് എങ്ങനെ നീ നിന്റെ കുടുംബം പുലർത്തുവിടാ? ആരോ അവിടെ ഇറങ്ങിയെന്ന് തോന്നുന്നല്ലോ. ഈ പെട്ടി ഒന്ന് ഓട്ടോ സ്റ്റാൻഡ് വരെ. 100 രൂപ തരികയാണെങ്കിൽ കൊണ്ടുവച്ച് തരാം. ഒരു 50 രൂപ തരട്ടെ? ആ ചേച്ചീനെ ഒന്ന് സഹായിച്ചിട്ട് വരാം. ആ സ്ത്രീ കൂടുതൽ കാശ് കൊടുക്കുമായിരിക്കും. ഇവിടെയൊന്നും കണ്ടിട്ടില്ലല്ലോ.
ഞാൻ അല്പം ദൂരെ നിന്നാണ് വരുന്നത്. ആ സ്ത്രീ കാശ് കൂടുതൽ തന്നിട്ടുണ്ടാവുമല്ലേ? അല്ല ചേട്ടാ, ആ ചേച്ചി ലോട്ടറി വിറ്റ് ജീവിക്കുന്നതാണ്. അവർക്ക് ആരും തുണയില്ല. ഓട്ടോ സ്റ്റാൻഡ് വരെ ആക്കാൻ പോയതാ. പൈസയൊന്നും കിട്ടില്ല, ഒരു സഹായം. പിന്നെ കണ്ണിനും കാഴ്ചയില്ല. ഞാൻ പഠിപ്പിച്ച കുട്ടിയാ. ഇവൻ്റെ കൂടെ പഠിച്ചവരൊക്കെ മാസം 10,000-15,000 ശമ്പളം മേടിക്കുന്നു. എടാ, നിനക്ക് എത്ര വട വിൽക്കാൻ പറ്റും? ഒരു 3,000-3,500 ഇടയ്ക്ക് വിൽക്കാം. ഒരു വടക്ക് 1 രൂപ ലാഭം. മാസം 3,000 രൂപ. രൂപ കൊണ്ട് ഒരു കുടുംബം എങ്ങനെ നടക്കും? അത് മാഷേ, ഒരു ദിവസമാണ് 3,000 വട വിൽക്കുന്നത്. ഒരു ദിവസം 3,000 രൂപ ലാഭമോ? വട വിറ്റ് കഴിഞ്ഞതിന് ശേഷം വട തന്ന ആൾക്ക് പൈസ കൊടുത്താൽ മതി. ശനിയും ഞായറും കച്ചവടം കുറവായിരിക്കും. അപ്പോൾ ഞാൻ തൽക്കച്ചവടത്തിന് പോകും. കഴിഞ്ഞ മാസം ഒരു സ്ഥലം 20 ലക്ഷം രൂപയ്ക്ക് മേടിച്ചു. അത് മറച്ച് വിറ്റപ്പോൾ 10 ലക്ഷം രൂപ ലാഭം കിട്ടി. ഒരു ദിവസം 3,000 രൂപ ലാഭമോ? പിന്നെ സ്ഥലക്കച്ചവടം. അപ്പോ ഒരു മാസം എന്ന് പറയുമ്പോൾ 30 × 3,000. പിന്നെ സ്ഥലക്കച്ചവടം. ഒരു മാസം. നല്ല മാഷ്, എത്രയോ നല്ല സംസാരം. 2 ആഴ്ച മുമ്പ് മാഷിൻ്റെ ഭാര്യ പെട്ടെന്ന് മരിച്ചുപോയി. 2 ദിവസം കഴിഞ്ഞ് മാഷ് ട്രെയിനിൻ്റെ മുന്നിൽ ചാടി ആത്മഹത്യ ചെയ്തു. 2 ദിവസം മുമ്പോ? 2 ദിവസം മുമ്പോ? അപ്പോ നീയോ? 6 മാസങ്ങൾക്ക് മുൻപ് വടക്കച്ചവടത്തിനിടയ്ക്ക് ട്രെയിനിൽ നിന്ന് വീണ് മരിച്ചതാണ്.